യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വാർത്തകൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് പങ്കുവച്ചതിന് പിന്നാലെ ഇവിഷയത്തിൽ വീണ്ടും സജീവമായ ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്നാൽ കാന്തപുരത്തിൻ്റെ ഓഫീസ് പങ്കുവച്ച കാര്യം തെറ്റാണെന്ന സ്ഥിരീകരണവുമായി കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ വീണ്ടും രംഗത്ത് വന്നതോടെ വിഷയത്തിലെ അഭ്യൂഹവും തുടരുകയാണ്. തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. കാന്തപുരത്തെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും കാന്തപുരത്തിൻ്റെ ഓഫീസിൻ്റെ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണോ വ്യക്തമാക്കേണ്ടത് അത് ഞങ്ങൾ വ്യക്തമാക്കും. പറയുന്ന എല്ലാത്തിനും ഞങ്ങൾ മറുപടി നൽകില്ല. ന്യായീകരിക്കുന്നതിനേക്കാൾ വ്യക്തതയുള്ളവരാണ് ഞങ്ങൾ. എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വാദങ്ങളെക്കാൾ വിശ്വസനീയരും എന്ന് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നൽകിയ കത്തിൻ്റെ ചിത്രവും അദ്ദേഹം ഇതോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാണ് അദ്ദേഹം ആ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അതും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വധശിക്ഷ റദ്ദാക്കിയതായ വാർത്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. വധശിക്ഷ റദ്ദാക്കുന്നതിനും തുടർ നടപടികൾ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതിനും യോജിപ്പുണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി നടക്കുന്ന തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാവുക എന്നുമാണ് ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ചിരുന്ന വധശിക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളും ഇത് സംബന്ധിച്ച് സൂചന നൽകിയിരിക്കുന്നത്. എന്നാൽ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി മറ്റൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ കാന്തപുരം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞതെല്ലാം ഇന്നലെ കാന്തപുരത്തിൻ്റെ പ്രസ്താവനയോടനുബന്ധിച്ചുകൊണ്ട് തലാലിൻ്റെ സഹോദരനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുമൊക്കെയുള്ള അപ്ഡേഷനുകളായിരുന്നെങ്കിൽ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ചയാക്കിയതിന് തൊട്ടു പിന്നാലെ ഇന്ന് വീണ്ടും കാന്തപുരത്തിൻ്റെ ഓഫീസ് ഈ വാദം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് എന്നത് നമുക്ക് ഓരോ ദിവസം കൂടുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷ പ്രിയ മോചന സമിതിയുടെ സാമുവൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകളും കാന്തപുരത്തെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കാന്തപുരത്തിൻ്റെ ഓഫീസും അത് സംബന്ധിച്ചുള്ള വക്താക്കളുമെല്ലാം വളരെ കൃത്യമായി ഇത് ആ തരത്തിൽ വധശിക്ഷ നടപ്പാക്കില്ല എന്ന തീരുമാനത്തിൽ യമൻ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളും കൂടുതൽ വ്യക്തതകളും ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.